എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് LDC 2024 പാലക്കാട് ആലപ്പുഴ ജില്ലയിലെ ചോദ്യപേപ്പറും അതിൻ്റെ അനുബന്ധ വസ്തുതകളുമാണ്. 4 ഓപ്ഷനുകളും SCRT NCRT ഫാക്റ്റും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തുടക്കക്കാരായ ഉദ്യോഗാർത്ഥിക്ക് പോലും പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലേക്ക് കയറാവുന്ന തരത്തിലാണ് നമ്മളിത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ് മൊത്തമായി കാണുക. അതിനുശേഷം ഇതിൻ്റെ PDF നോട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ കൂടി ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ചോദ്യം: ഉൾനാടൻ ജലപാതകൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നു. ദേശീയ ജലപാത 4 ഇവയിൽ ഏതൊക്കെ സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്നു? ഓപ്ഷൻ നോക്കാം. ഹാൽദിയ അലഹബാദ്, കാക്കിനഡ പുതുച്ചേരി, ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ, കൊല്ലം കോട്ടപ്പുറം. നിരവധി തവണ PSC ഈ ഒരു ചോദ്യം ചോദിച്ചേക്കുന്നതാണ്. PYQ ഒക്കെ ആൻസർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരം ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടാവും. നമുക്കറിയാം കാക്കിനഡ പുതുച്ചേരിയാണ്. ഓപ്ഷൻ B ആണ് നമ്മുടെ ആൻസറായിട്ട് വരുന്നത്. നമുക്ക് ബാക്കി വസ്തുതകളിലേക്ക് നോക്കാം. NW4 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ. അപ്പോൾ NW4 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ മുതൽ പുതുച്ചേരി വരെയാണ് NW4. നീളം 1078 കിലോമീറ്റർ ആണ്. നിർദ്ദിഷ്ട നീളം 2890. NW4 സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ ഗോദാവരി കൃഷ്ണ നദിയിലാണ് NW4 സ്ഥിതി ചെയ്യുന്നത്. NW1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ പശ്ചിമ ബംഗാളിലെ ഹാൽഡിയയെ ഉത്തർപ്രദേശിലെ അലഹബാദുമായി ബന്ധിപ്പിക്കുന്നതാണ് NW1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ NW1 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് പശ്ചിമ ബംഗാളിലെ ഹാൽഡിയ ഉത്തർപ്രദേശിലെ അലഹബാദുമായി ബന്ധിപ്പിക്കുന്നു. NW4 നമ്മൾ പറഞ്ഞു ഏതൊക്കെ സ്ഥലങ്ങളാ? ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ. ഓക്കെ, ഇനി ദേശീയ ജലപാതകളിൽ ആദ്യത്തേതും ഏറ്റവും നീളം കൂടുതലുമായ ജലപാതയാണ് NW1. അതിൻ്റെ നീളം 1620 കിലോമീറ്റർ ആണ് ദേശീയ ജലപാത NW1ൻ്റെ. NW1 ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി എന്നീ നദികളുമായാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ദേശീയ ജലപാത 1 കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ, വെരി ഇമ്പോർട്ടൻ്റ്. 4 സംസ്ഥാനങ്ങളിലൂടെയാണ് ദേശീയ ജലപാത 1 കടന്നു പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഉത്തർപ്രദേശ്, രണ്ടാമത്തെ ബീഹാർ, മൂന്നാമത്തെ ജാർഖണ്ഡ്, നാലാമത്തെ പശ്ചിമ ബംഗാൾ. അപ്പോൾ ദേശീയ ജലപാത 1 കടന്നു പോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 4 ആണ്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് NW3. അതിൻ്റെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 365 കിലോമീറ്റർ ആണ് ദേശീയ ജലപാത 3ൻ്റെ നീളം എന്ന് പറയുന്നത്. NW5 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ബ്രാഹ്മണി മഹാനദി, 623 കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം. NW5 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ താൽച്ചർ, ധാമ്രയാണ്. NW5 സ്ഥിതി ചെയ്യുന്ന നദി ചോദിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണി മഹാനദി. നമ്മൾ പറഞ്ഞു 623 കിലോമീറ്റർ ആണ് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ജലപാത ഏതാണെന്ന് ചോദിച്ചാൽ ദേശീയ ജലപാത 5നെയാണ് ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാടിൻ്റെ ഉൾപ്പെട്ടതുമായിട്ടുള്ള ദേശീയ ജലപാതയാണ് NW13. AVM കനാലാണ്. പൂവാർ മുതൽ ഇരയിമ്മൻ തുറ വരെയാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. NW2 ദേശീയ ജലപാതയുമായി പ്രഖ്യാപിക്കപ്പെട്ടത് 1988 സെപ്റ്റംബർ 1 NW2 ദേശീയ ജലപാതയായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഈ പാതയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ 891 കിലോമീറ്റർ ആണ് NW2ൻ്റെ നീളം എന്ന് പറയുന്നത്. NW2 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ സാദിയ, ധൂബ്രിയാണ് അസം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാനുള്ളൂ. ഇനി ഇതിൻ്റെ ഒരു ചാർട്ടായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചാർട്ട് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിരിക്കും. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവിഷൻ എന്നുള്ള നിലയിൽ നമുക്ക് പറയാം. ദേശീയ ജലപാതകൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ നീളമാണ് ഈ ചാർട്ടിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദേശീയ ജലപാത 1 ഗംഗ, ഭഗീരഥി, ഹൂഗ്ലി. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അലഹബാദ്, ഹാൽഡിയ. ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ 1620 കിലോമീറ്റർ ആണ്. അപ്പോൾ ദേശീയ ജലപാത 1
ഗംഗ ഭഗീരഥി ഹൂഗ്ലി അലഹബാദ് ഹാൽഡിയ നീളം 1620 കിലോമീറ്റർ. മിക്കപ്പോഴും PSC ചോദിക്കാറുള്ളത് ദേശീയ ജലപാത ഏതാണെന്നുള്ളതും അവയെ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളൂ. ഇനി വേണമെങ്കിൽ അടുത്തൊരു എക്സാമിന് നമുക്ക് പ്രതീക്ഷിക്കാം ദേശീയ ജലപാതകൾ ഇവിടെ തരും, ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഇവിടെ തരും, അതേപോലെ തന്നെ നീളം തരും. എന്നിട്ട് ഇതൊരു ചാർട്ടായിട്ട് തിരിച്ച് എന്ത് ചെയ്യുക, ഒന്നുകിൽ ചേരുംപടി ചേർക്കുക അല്ലെങ്കിൽ എന്താണ് ശരിയായവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചോദിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ദേശീയ ജലപാത 1 ഗംഗ ഭഗീരഥി ഹൂഗ്ലി അലഹബാദ് ഹാൽഡിയാണ് ബന്ധിപ്പിക്കുന്ന സ്ഥലം. നീളം ചോദിച്ചു കഴിഞ്ഞാൽ 1620 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 2 അസമിലെ ബ്രഹ്മപുത്ര നദിയിലാണ്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് മക്കളെ സാദിയ ധൂബ്രി, NW2 സാദിയ ധൂബ്രി. നീളം ടോട്ടൽ ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ 891 കിലോമീറ്റർ ആണ് സാദിയ ധൂബ്രി. ഓക്കെ. ദേശീയ ജലപാത 3 ചമ്പക്കര ഉദ്യോഗമണ്ഡൽ കനാലുകൾ കൊല്ലം കോഴിക്കോടാണ്. 365 കിലോമീറ്റർ ആണ് ദേശീയ ജലപാത 3ന്റെ നീളം എന്ന് പറയുന്നത്. 365 കിലോമീറ്റർ. ബന്ധിപ്പിക്കുന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ കൊല്ലം കോഴിക്കോടാണ് ദേശീയ ജലപാത 3 കൊല്ലം കോഴിക്കോട്. ദേശീയ ജലപാത 4 ഗോദാവരി കൃഷ്ണ കാക്കിനട പുതുച്ചേരി 1078 കിലോമീറ്റർ ആണ് ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ദേശീയ ജലപാത 4ന്റെ ബന്ധിപ്പിക്കുന്ന സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ കാക്കിനട പുതുച്ചേരിയാണ്. നീളം ചോദിച്ചു കഴിഞ്ഞാൽ 1078 കിലോമീറ്റർ ആണ്. ദേശീയ ജലപാത 5 ബ്രാഹ്മണി മഹാനദി താൽച്ചൽ ദാമ്ര ടോട്ടൽ ലെങ്ത് ചോദിച്ചു കഴിഞ്ഞാൽ 623 കിലോമീറ്റർ ആണ്. ഉറപ്പായും പഠിച്ചു വയ്ക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1 മാർക്ക് ഈ ഒരു ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ ദേശീയ ജലപാത 1 അലഹബാദ് ഹാൽഡിയ നീളം 1620 കിലോമീറ്റർ. ദേശീയ ജലപാത 2 സാദിയ ധൂബ്രി നീളം 891 കിലോമീറ്റർ. ദേശീയ ജലപാത 3 കൊല്ലം കോഴിക്കോട് ടോട്ടൽ ലെങ്ത് 365 കിലോമീറ്റർ. ദേശീയ ജലപാത 4 ഗോദാവരി കൃഷ്ണ കാക്കിനട പുതുച്ചേരി ബന്ധിപ്പിക്കുന്ന സ്ഥലം. നീളം 1078 കിലോമീറ്റർ. ദേശീയ ജലപാത 5 ബ്രാഹ്മണി മഹാനദി താൽച്ചർ ദാമ്ര ടോട്ടൽ ലെങ്ത് 623 കിലോമീറ്റർ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളൂ. നമ്മൾ ഓരോ ദേശീയ ജലപാതയും അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതാണെന്നുള്ളതും അതേപോലെ തന്നെ അതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്താണെന്നുള്ളതും നമ്മൾ പഠിച്ചു. വളരെ വ്യക്തമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് താഴെ തന്നിരിക്കുന്നത്. ഏതാണ് ഇതിൻ്റെ അകത്ത് ശരിയായത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ. 0 ഡിഗ്രി, 90 ഡിഗ്രി, 23.5 ഡിഗ്രി, 66.5 ഡിഗ്രി. ഓക്കെ. പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. 66.5 ഡിഗ്രിയാണ് പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിൽ നിന്നുള്ള ചെരിവെന്ന് പറയുന്നത് 66.5 ഡിഗ്രിയാണ്. അപ്പോൾ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണത്തിൽ നിന്നുള്ള ചെരിവ് എത്രയാണെന്ന് ചോദിച്ചാൽ 66.5 ഡിഗ്രിയാണ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ലംബത്തിൽ നിന്നുള്ള ചെരിവാണ് 23.5 ഡിഗ്രി. അപ്പോൾ ഇതൊക്കെ ഉറപ്പായും പഠിച്ചു വെച്ചോ. കാരണം 1 വേ ടൈപ്പുള്ള ഒരു ചോദ്യം വരികയാണെങ്കിൽ അതിൻ്റെ അകത്ത് തീർച്ചയായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങളാണ്. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ലംബത്തിൽ നിന്നുള്ള ചെരിവാണ് 23.5 ഡിഗ്രിയും ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണത്തിൽ നിന്നുള്ള ചെരിവാണ് 66.5 ഡിഗ്രിയും. ഭൂമിയുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ഡാണ് അച്ചുതണ്ട് അഥവാ ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ഡാണ് അച്ചുതണ്ട് അഥവാ ആക്സിസ്. പരിക്രമണ വേളയിലുടനീളം ഭൂമി അച്ചുതണ്ടിൻ്റെ 23.5 ഡിഗ്രി ചെരിവ് നിലനിർത്തുന്നതാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പരിക്രമണ വേളയിലുടനീളം ഭൂമി അച്ചുതണ്ടിൻ്റെ 23.5 ഡിഗ്രി ചെരിവ്. ഓക്കെ. നമ്മൾ പറഞ്ഞു നിലവിൽ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ലംബത്തിൽ നിന്നുള്ള ചെരിവ് എന്ന് പറയുന്നത് 23.5 ഡിഗ്രിയാണ്. അപ്പോൾ പരിക്രമണ വേളയിലുടനീളം ഭൂമി അച്ചുതണ്ടിൻ്റെ 23.5 ഡിഗ്രി ചെരിവ് നിലനിർത്തുന്നതിനെയാണ് അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് അതായത് 23.5 ഡിഗ്രി വടക്ക്
ദക്ഷിണായന രേഖയ്ക്കും 23.5 തെക്കും ഇടയിൽ ആപേക്ഷികമായ സ്ഥാനമാറ്റം ഉണ്ടാകുന്നതാണ് സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ നിലവിൽ സൂര്യൻ്റെ ഉത്തരായന രേഖയ്ക്ക് 23.5 വടക്ക് നോർത്തും ദക്ഷിണായന രേഖയ്ക്ക് 23.5 തെക്കും ഇടയിൽ ആപേക്ഷികമായ സ്ഥാനമാറ്റം ഉണ്ടാകുന്നതാണ് സൂര്യ അയനം എന്ന് പറയുന്നത്. അപ്പാരൻറ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ സൺ. ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാകുന്നതിനുള്ള കാരണം എന്ന് പറയുന്നതും ഭൂമിയുടെ പരിക്രമണമാണ്. അപ്പോൾ ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാകുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എന്ത് തന്നെയാണ്? ഭൂമിയുടെ പരിക്രമണമാണ്. എന്ത്? ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാകാനുള്ള കാരണം എന്ന് പറയുന്നത് ഭൂമിയുടെ പരിക്രമണം. സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് വ്യത്യസ്ത ഋതുക്കളിലെ പ്രധാന സവിശേഷത. ഇതിന് കാരണമാകുന്നത് ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചെരിവുമാണ്. ഓക്കെ, അപ്പോൾ സൗരോർജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകളാണ് വ്യത്യസ്ത ഋതുക്കളിലെ പ്രധാന സവിശേഷത. അതേപോലെ തന്നെ ഇതിന് കാരണമാകുന്നത് ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചെരിവുമാണ്. ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് ഭൂമിയുടെ ഭ്രമണമാണ്. ഓക്കെ, അപ്പോൾ ഭൂമിയിൽ പകലും രാത്രിയും ഉണ്ടാകാൻ കാരണം ഭ്രമണവും ഭൂമിക്ക് ഋതുക്കൾ ഉണ്ടാകുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് പരിക്രമണവുമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഋതുക്കൾ പരിക്രമണം അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ഭൂമി രാത്രിയും പകലും ഉണ്ടാകാനുള്ള കാരണം ഭ്രമണമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചാൽ മതി. പരിക്രമണം എന്ന് പറയുമ്പോൾ എന്താണ്? ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാവുന്നതിനുള്ള കാരണമാണ് ഭൂമിയുടെ പരിക്രമണം, പരിക്രമണം. അതേപോലെ തന്നെ എന്താണ്? പകലും രാത്രിയുമാണെങ്കിൽ അത് ഭ്രമണമാണെന്നുള്ളതും ഓർത്തു വയ്ക്കുക. ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ ഭൂമിയുടെ പരിക്രമണം, അച്ചുതണ്ടിൻ്റെ സാമാന്തരത, സൂര്യൻ്റെ അയനം. ഇതൊക്കെയാണ് ഭൂമിയിൽ ഋതുക്കൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. 1 ഭൂമിയുടെ പരിക്രമണം, 2 അച്ചുതണ്ടിൻ്റെ സാമാന്തരത, 3 സൂര്യൻ്റെ അയനം എന്ന് പറയുന്നത്. സൂര്യൻ്റെ അയനം മൂലം വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം എന്നിങ്ങനെ വ്യത്യസ്ത ഋതുക്കൾ ചാക്രികമായി ആവർത്തിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് സൂര്യൻ്റെ അയനമാണ്. ഓക്കെ, അപ്പോൾ സൂര്യായനമാണ് എന്തിന്? ഈ പറയുന്ന ഋതുക്കൾ ഓരോന്നും മാറി മാറി വന്നു പോകുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ വസന്തകാലം വന്നു, അത് കഴിഞ്ഞിട്ട് ഗ്രീഷ്മകാലം വന്നു, അത് കഴിഞ്ഞിട്ട് ഹേമന്തകാലം വന്നു, അത് കഴിഞ്ഞിട്ട് ശൈത്യകാലം വന്നു. അങ്ങനെ ഋതുക്കൾ ഇങ്ങനെ ചാക്രികമായി ആവർത്തിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് സൂര്യൻ്റെ അയനമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം. അതായത് നിലവിൽ പരിക്രമണ തലത്തിൽ നിന്നും ഭൂമിയുടെ അക്ഷാംശ കോണീയ അളവാണ് 66 ഡിഗ്രി. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ പരിക്രമണ തലത്തിലുള്ള ചെരിവ് 66 ഡിഗ്രി. അതേപോലെ തന്നെ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ലംബതലത്തിൽ നിന്നുള്ള ചെരിവാണ് 23.5 ഡിഗ്രി. ഭൂമിയുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ഡാണ് അച്ചുതണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ കേന്ദ്രഭാഗത്തു കൂടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ഡാണ് അച്ചുതണ്ട്. പരിക്രമണ വേളയിലുടനീളം ഭൂമി അച്ചുതണ്ടിൻ്റെ 23.5 ഡിഗ്രി ചെരിവ് നിലനിർത്തുന്നതാണ് അച്ചുതണ്ടിൻ്റെ സാമാന്തരത എന്ന് പറയുന്നത്. സൂര്യൻ ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ വരുമ്പോൾ ആപേക്ഷികമായ സ്ഥാനമാറ്റം ഉണ്ടാകുന്നതാണ് സൂര്യായനം എന്ന് പറയുന്നത്. ഭൂമിയിൽ ഋതുക്കൾ ഉണ്ടാകുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഭൂമിയുടെ പരിക്രമണമാണ്. ഋതുക്കൾ പരിക്രമണം, രാത്രിയും പകലുമാണെങ്കിൽ ഭ്രമണമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അതേപോലെ തന്നെ ഓരോ നമ്മുടെ എന്താണ് ഈ പറയുന്ന ഗ്രീഷ്മകാലം, വസന്തകാലം, ഹേമന്തകാലം, ശൈത്യകാലം അങ്ങനെ മാറി മാറി വരുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് അതെന്താണ്? സൂര്യ അതിൻ്റെ അയനമാണ്. ഓരോ ഋതുക്കളും മാറി മാറി വരുന്നതിനുള്ള കാരണം എന്നുള്ളതും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ സാമ്പിൾ സർവേ ഓഫ് ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏതാണ്? അപ്പോൾ ദേശീയ സാമ്പിൾ സർവേ ഓഫീസ് നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്ത, അതായത് NSSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. തൊഴിലില്ലായ്മ സർവേ, ഉപഭോക്തൃ ചെലവ് സർവേ, ദേശീയ കുടുംബാരോഗ്യ സർവേ, സാമ്പത്തിക സെൻസസ് സർവേ. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്.
ദേശീയ കുടുംബാരോഗ്യ സർവേ ആണ്. ഇതിൻ്റെ അകത്ത് NSSO നടത്തുന്ന സർവേയുടെ ഭാഗമല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദേശീയ കുടുംബാരോഗ്യ സർവേ ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഓക്കെ, ആരോഗ്യം, ജനസംഖ്യ, പോഷകാഹാരം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ദേശീയ കുടുംബാരോഗ്യ സർവേ നടത്തുന്ന ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ്. ഓക്കെ, അപ്പോൾ ആരോഗ്യം, ജനസംഖ്യ, പോഷകാഹാരം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ദേശീയ കുടുംബാരോഗ്യ സർവേ നടത്തുന്ന ആരോഗ്യ പരിപാടിയാണ് കുടുംബക്ഷേമ മന്ത്രാലയമാണ്. ഓക്കെ, അപ്പോൾ ഒന്ന് ഓർത്തു വയ്ക്കുക. ഓക്കെ, അപ്പോൾ ആരോഗ്യം, ജനസംഖ്യ, പോഷകാഹാരം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ദേശീയ കുടുംബാരോഗ്യ സർവേ നടത്തുന്നത് ആരോഗ്യക്ഷേമ മന്ത്രാലയമാണ്. അപ്പോൾ ഇത് നടത്തുന്നത് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയമാണ്. ആരോഗ്യം, ജനസംഖ്യ, പോഷകാഹാരം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സർവേ നടത്തുന്നത് കുടുംബക്ഷേമ മന്ത്രാലയമാണ്. ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. സാമൂഹിക സാമ്പത്തിക സർവേകൾ കൃത്യമായും നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടനയാണ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്. ഓക്കെ, അപ്പോൾ സാമൂഹിക സാമ്പത്തിക സർവേകൾ കൃത്യമായും നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ മക്കളെ അത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ്, NSSO. ഈ NSSO സ്ഥാപിതമായ വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1950 NSSO സ്ഥാപിതമായത്. അപ്പോൾ എന്നാണ് ഈ പറയുന്ന നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് സ്ഥാപിതമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1950 നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് സ്ഥാപിതമായത്. NSSOയുടെ 4 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ, SDRD എന്നുള്ളതാണ് ആദ്യത്തെ. സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷനാണ് NSSOയുടെ 4 പ്രധാനപ്പെട്ട ഘടകങ്ങളിലെ ആദ്യത്തേതാണ് സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ, SDRD. ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ, FOD. അടുത്തത് ഡേറ്റ പ്രോസസ്സിംഗ് ഡിവിഷൻ, DPD. അടുത്തത് സർവേ കോർഡിനേഷൻ ഡിവിഷൻ, SCD. അപ്പോൾ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ മക്കളെ 4 എണ്ണമാണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ 4 പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിനുള്ളത്. ഇത് സ്ഥാപിതമായത് 1950 നമ്മൾ പറഞ്ഞു. സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ, SDRD ആണ് ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തെ ഘടകമാണ് ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ, FOD. മൂന്നാമത്തെയാണ് ഡേറ്റ പ്രോസസ്സിംഗ് ഡിവിഷൻ, DPD. നാലാമത്തെയാണ് സർവേ കോർഡിനേഷൻ ഡിവിഷൻ, SCD. NSSOയുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന ജേണൽ അല്ലെങ്കിൽ മാഗസീനാണ് ത്രൈമാസികയാണ് ഏതെന്ന് പറയുന്നത് സർവേഷണ എന്ന് പറയുന്നത്. അപ്പോൾ NSSOയുടെ റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിക്കുന്ന ജേണൽ മാഗസീൻ ത്രൈമാസികയാണ് സർവേഷണ എന്നുള്ളത്. ഇനി സർവേകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തൊഴിലില്ലായ്മ സർവേ NSSOന്റെ കീഴിൽ വരുന്നതാണ്. ഉപഭോക്തൃ ചെലവ് സർവേ, സാമ്പത്തിക സെൻസസ് സർവേ, ഹൗസിംഗ് കണ്ടീഷൻ സർവേ, അനൗപചാരിക കാർഷികേതര സംരംഭങ്ങളുടെ സർവേ, അസംഘടിത സേവന മേഖല സർവേ, ഇന്ത്യ ആഭ്യന്തര ടൂറിസം സർവേ, പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ, ഗാർഹിക ഉപഭോഗ ചെലവ് സർവേ, വ്യാവസായിക വാർഷിക സർവേ. ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അർബൻ ഫ്രെയിം സർവേ തുടങ്ങിയവയെല്ലാം നടത്തുന്നത് NSSO ആണെന്നുള്ളത് ഓർത്തു വയ്ക്കുക. അപ്പോൾ NSSO എന്ന് പറയുന്നത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസാണ്. സ്ഥാപിതമായത് എന്നാന്ന് ചോദിച്ചാൽ 1950 NSSOയ്ക്ക് പ്രധാനമായിട്ടും 4 ഘടകങ്ങളാണുള്ളതെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ NSSOയുടെ കീഴിൽ വരുന്ന അവർ പ്രസിദ്ധീകരിക്കുന്ന ജേണൽ അല്ലെങ്കിൽ മാസിക അല്ലെങ്കിൽ ത്രൈമാസികയാണ് സർവേഷണ എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ NSSOയുടെ കീഴിൽ വരുന്ന സർവേകൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് തന്നെ കരുതുന്നു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് വ്യാവസായിക, കാർഷിക, ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ,
വ്യാവസായിക ധനകാര്യ മേഖലയിലെ പരിഷ്കാരങ്ങൾ, കാർഷിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ, അതേപോലെ തന്നെ വ്യാവസായിക കാർഷിക മേഖലയിലെ പരിഷ്കാരങ്ങൾ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏതാണ് ഉദാരവൽക്കരണ നയത്തിന് കീഴിൽ സർക്കാർ ആരംഭിച്ച സാമ്പത്തിക പരിഷ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ്, വ്യാവസായിക ധനകാര്യ മേഖലകളിലെ പരിഷ്കാരങ്ങൾ. എന്താണ് ഉദാരവൽക്കരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനങ്ങളും പരിമിതപ്പെടുത്തലാണ് ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തൽ, ഇതിനെയാണ് നമുക്ക് ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിലുള്ള സർക്കാർ നിയന്ത്രണങ്ങളും സ്വാധീനവും പരിമിതപ്പെടുത്തലുമാണ് ഉദാരവൽക്കരണം അല്ലെങ്കിൽ ലിബറലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയമാണ് ഉദാരവൽക്കരണം എന്ന് പറയുന്നത്, അതായത് നിയോ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാർ നിയന്ത്രണങ്ങളെ സമ്പൂർണമായി നിരാകരിക്കുന്ന പുത്തൻ സാമ്പത്തിക നയമാണ് ഉദാരവൽക്കരണം അല്ലെങ്കിൽ നിയോ ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ആദ്യമായി ഉദാരവൽക്കരണ നടപടികൾ ആരംഭിച്ചത് 1985-ലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഉദാരവൽക്കരണ നടപടികൾ ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉദാരവൽക്കരണ നടപടികൾ ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 1985-ലാണ്. കൂടുതൽ സമഗ്രമായ രീതിയിൽ ഇന്ത്യയിൽ ഉദാരവൽക്കരണ നടപടികൾ ആരംഭിച്ചത് 1991-ലാണ്. കൂടുതൽ സമഗ്രമായ രീതിയിൽ ഇന്ത്യയിൽ ഉദാരവൽക്കരണ നടപടികൾ ആരംഭിച്ചത്. ഉദാരവൽക്കരണം പ്രധാനമായും നടപ്പിലാക്കിയ മേഖലകളായിരുന്നു വ്യവസായ അനുമതി നൽകൽ, ഇൻഡസ്ട്രിയൽ ലൈസൻസിങ്, സാങ്കേതിക വിദ്യ നവീകരണം, ടെക്നോളജി അപ്ഗ്രഡേഷൻ, അതേപോലെ കയറ്റുമതി ഇറക്കുമതി നയങ്ങൾ, എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി, ധനനയം ഫിസ്ക്കൽ പോളിസി, വിദേശ നിക്ഷേപം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതൊക്കെയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഉദാരവൽക്കരണം കൊണ്ട് നടപ്പിലാക്കിയ മേഖലകൾ എന്ന് പറയുന്നത്. വ്യവസായം, ധനകാര്യം, നികുതി, വിദേശ നാണയം, വ്യാപാര നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ നിന്ന് ഉദാരവൽക്കരണത്തിൻ്റെ മാറ്റങ്ങൾ പ്രകടമായത് ഒന്ന് വ്യവസായ മേഖലകളിലെ നിയന്ത്രണ മാറ്റം, അതേപോലെ തന്നെ ധനകാര്യ മേഖല പരിഷ്കാരങ്ങൾ, നികുതി പരിഷ്കാരങ്ങൾ, വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ, വ്യാപാര നിക്ഷേപ പരിഷ്കാരങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നിലവിൽ വ്യവസായം, ധനകാര്യം, നികുതി, വിദേശ നാണയം, വ്യാപാര നിക്ഷേപം തുടങ്ങിയ മേഖലകളിൽ ഉദാരവൽക്കരണത്തിൻ്റെ മാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ പ്രകടമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. വ്യവസായ മേഖലയിലെ നിയന്ത്രണം, അതേപോലെ തന്നെ ധനകാര്യ മേഖല പരിഷ്കാരങ്ങൾ, നികുതി പരിഷ്കാരങ്ങൾ, വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ, വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരങ്ങൾ. ഓക്കെ, ഉദാരവൽക്കരണ ഫലമായുള്ള മാറ്റത്തിൽ ഉൾപ്പെടുന്നവയാണ് വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു, പിന്നോക്കം നിൽക്കുന്ന മേഖലകളെ വ്യവസായവൽക്കരിച്ചു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഉദാരവൽക്കരണ ഫലമായുണ്ടായ മാറ്റത്തിൽപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. വ്യവസായങ്ങൾ തുടങ്ങാനുള്ള നിയന്ത്രണങ്ങൾ ലഘൂകരിച്ചു, കമ്പോള നിയന്ത്രണങ്ങൾ പിൻവലിച്ചു, കൂടുതൽ മേഖലകളിൽ വിദേശ നിക്ഷേപം അനുവദിച്ചു, പിന്നോക്കം നിൽക്കുന്ന മേഖലകളെ വ്യവസായവൽക്കരിച്ചു. ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട ഈ പറയുന്ന ഉദാരവൽക്കരണത്തിൻ്റെ ഫലമായുണ്ടായ മാറ്റത്തിൽപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ചോദ്യമാണ്, ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്? അപ്പോൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവിലാണ്? ഓപ്ഷൻ എ ഒന്നാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ബി രണ്ടാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ സി മൂന്നാം പഞ്ചവത്സര പദ്ധതി, ഓപ്ഷൻ ഡി നാലാം പഞ്ചവത്സര പദ്ധതി. നമുക്കിപ്പോൾ തന്നെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്. അപ്പോൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണെന്ന് ചോദിച്ചാൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി വസ്തുതകളിലേക്ക് നോക്കാം.
പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തതാണ്. എന്നിരുന്നാലും നമുക്ക് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങൾ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതിയായിരുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി. സാമൂഹിക വികസന പദ്ധതി, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ 1952. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ 1951. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് 1953. ഇവയൊക്കെ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത്. ഓക്കെ, അപ്പോൾ സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ചു, കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം. അതേപോലെ തന്നെ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ സ്ഥാപിച്ചു, NDC. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ CSO നിലവിൽ വന്നു. നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് നിലവിൽ വന്നതും 1953 ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ചത് 1952 ഒക്ടോബർ 2. അപ്പോൾ ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് സാമൂഹിക വികസന പദ്ധതി ആരംഭിച്ചത് 1952 ഒക്ടോബർ 2. വ്യോമഗതാഗതം ദേശസാൽക്കരിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. വ്യോമഗതാഗതം ദേശസാൽക്കരിച്ചത്. അപ്പോൾ വ്യോമഗതാഗതം ദേശസാൽക്കരിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നിലവിൽ വന്നവ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ UGC 1953 ഡിസംബർ 28. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് അല്ലെങ്കിൽ എന്നാന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ 1953 ഡിസംബർ 28. സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ മുതലിയാർ കമ്മീഷൻ 1952-53. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത് വന്നതും 1955. അതേപോലെ തന്നെ 5 IITകൾ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. 5 IITകൾ ഇപ്പോൾ എപ്പോഴും ചോദിക്കാറുള്ള മറ്റൊരു ചോദ്യമാണ് കേട്ടോ, പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ളതാണ്. 5 IITകൾ സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് 5 IITകൾ സ്ഥാപിതമായത്. ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖരഗ്പൂർ IIT, ബോംബെ IIT, മദ്രാസ് IIT, കാൺപൂർ IIT, ഡൽഹി IIT. അങ്ങനെ ഈ 5 IITകൾ സ്ഥാപിതമായത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. സൂക്ഷ്മ ചെറുകിട ഗ്രാമീണ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായി കാർവേ കമ്മിറ്റി രൂപീകരിച്ച വർഷം 1955. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ 1955 തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിക്കുന്നത്. അത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്തായിരുന്നു കേരളത്തിലെ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് 1955. രണ്ടാം പഞ്ചവത്സര പദ്ധതി നടപ്പിലാക്കിയ പ്രധാന പ്രവർത്തനങ്ങളാണ് ദേശീയപാത നിയമം 1956. ദ നാഷണൽ ഹൈവേ ആക്ട് 1956 നിലവിൽ വന്നു. ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമമായ ഇന്ത്യൻ കമ്പനീസ് ആക്ട്. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമമായ ഇന്ത്യൻ കമ്പനീസ് ആക്ട് പാസാക്കി. ഇന്ത്യയിൽ ആദ്യമായി TV സംപ്രേഷണം ആരംഭിച്ചത് എന്നാ ചോദിച്ചാൽ 1959 ഇന്ത്യയിൽ ആദ്യമായി TV സംപ്രേഷണം ആരംഭിച്ചത്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് 1959. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO നിലവിൽ വന്നത് 1958 DRDO നിലവിൽ വന്നത്. ഇന്ത്യയിലെ സിന്ധു നദീജല കരാറിൽ ഒപ്പുവച്ചു. അത് 1960. ഇനി ചോദിക്കാൻ വളരെയധികം ചാൻസ് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്ത് പഠിച്ചു വച്ചോ. ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഒപ്പുവച്ചത് 1960. ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ സ്ഥാപിതമായി. അത്രയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ പ്രധാന പ്രവർത്തനങ്ങൾ.
NCERT സ്ഥാപിതമായി 1961. NCERT സ്ഥാപിതമായി. കോത്താരി കമ്മീഷൻ 1964 ജൂലൈ 14 നിലവിൽ വന്നു. കോത്താരി കമ്മീഷൻ 3-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് കോത്താരി കമ്മീഷൻ. ഇന്ത്യ പാക് യുദ്ധം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി താഷ്കന്റ് കരാർ, മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്, താഷ്കന്റ് കരാർ ഒപ്പുവെച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1966 ജനുവരി 10-നാണ് താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത്. അപ്പോൾ താഷ്കന്റ് കരാർ ഒപ്പുവെച്ച വർഷം എന്നാണെന്ന് ചോദിച്ചാൽ മക്കളെ 1966 ജനുവരി 10-നാണ് താഷ്കന്റ് കരാർ ഒപ്പുവെച്ചത്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിതമായത് 1965-ലാണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിതമായത് 1965 നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് സ്ഥാപിതമായി. ഇന്ത്യയിലെ ആദ്യ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തെ പഞ്ചവത്സര പദ്ധതി. 3-ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനമാണ് ഹരിത വിപ്ലവം. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. PYQ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ടുണ്ടാവും ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ. അപ്പോൾ 3-ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് തുടക്കം കുറിച്ച പ്രവർത്തനമാണ് ഹരിത വിപ്ലവം. അതേപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച സമയത്തെ പഞ്ചവത്സര പദ്ധതി ചോദിച്ചാൽ അതും 3-ാം പഞ്ചവത്സര പദ്ധതിയാണ്. അടുത്തത് 4-ാം പഞ്ചവത്സര പദ്ധതി. 4-ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഇന്ത്യയിലെ പ്രഥമ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1969. ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് 1969-ലാണ്. നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഓപ്പറേഷൻ ഫ്ലഡ് ധവള വിപ്ലവം നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അതും 4-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ധവള വിപ്ലവം നടപ്പിലാക്കിയ പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഇത്രയാണ് പഞ്ചവത്സര പദ്ധതി. 1, 2, 3, 4 പഞ്ചവത്സര പദ്ധതിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി പോയതാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ അകത്ത് LEC കോട്ടയം കോഴിക്കോട് ജില്ലയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ 13 നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്ന എക്സാമുകളിൽ വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേശ്വരനോട് പ്രാർത്ഥിച്ച് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സോട് വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.